ലേറ്റസ്റ്റ് ആയിട്ട് അനാമിക ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയ്ക്കകത്ത് അനാമിക പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ തനിക്കും കുടുംബത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടിയായിട്ട് കുറേയധികം കാര്യങ്ങൾ പറയാനാണ് ആ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നത്. കുറേയധികം കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നാളുകളായിട്ട് ഈ ഒരു അനാമികയും കുടുംബത്തിനെയും ചുറ്റിപ്പറ്റി കുറേയധികം പ്രശ്നങ്ങളോ കുറേയധികം പേര് ആരോപണങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. കുറേയധികം നെഗറ്റീവായിട്ട് കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതെല്ലാം കൂടെ എടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ അതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് അനാമിക ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അതിനകത്ത് എന്തൊക്കെയാണ് അനാമിക പറയുന്നത് എന്നുള്ളത് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവരെയൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളത് ഫുള്ളായിട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു കാണുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തേക്കും. എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ ഇനി വീഡിയോയിലേക്ക് പോകാം. അനാമികയുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോയുടെ താഴെയൊക്കെ വന്നിട്ട് കുറേയധികം പേര് കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഈ ഒരു ഭർത്താവിന് ആയിട്ടുള്ള വിഷ്ണുവിനെതിരെ, അതുപോലെ തന്നെ അമ്മായിയമ്മയായിട്ടുള്ള ഉദയഗിരിജയ്ക്കെതിരെയൊക്കെയാണ് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ കുറേയധികം പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് അനാഥാലയത്തിനൊക്കെ ഓരോരുത്തർ ചാരിറ്റി ആയിട്ട് കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ ഈ പണിക്ക് പോയി ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചാരിറ്റി ആയിട്ട് കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുന്നു. 80% എടുക്കുന്നു. അത് നിങ്ങൾ അടിച്ച് പൊളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി യാത്ര ചെയ്ത് കളയുന്നു. എന്നിട്ട് അവിടെയുള്ള അനാഥാലയത്തിൽ താമസിക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ ഒന്നും കൊടുക്കാതെ അവരെ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കുറേയധികം പേര് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് മെയിനായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനൊക്കെ ഉണ്ടായ കാരണങ്ങളൊക്കെ നേരത്തെ കുറേ ഇഷ്യൂസാണ്. അത് കുറേയധികം പേർക്കെങ്കിലും അറിയാമായിരിക്കാം. സോ ഇപ്പോൾ അനാമിക അതിന് മറുപടി എന്താണ് പറഞ്ഞതെന്നുള്ളതിന് മുമ്പുണ്ടെങ്കിൽ ഇനി അതിനെപ്പറ്റി എന്താണ് ഇതിന് മുമ്പ് നടന്നിട്ടുള്ളത് എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഈ ഒരു അനാമിക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ ഒരു അനാഥാലയത്തിൽ വളർന്ന പെൺകുട്ടി തന്നെയാണ്. അവിടുത്തെ അത് നോക്കി നടത്തുന്ന വ്യക്തിയാണ് ഉദയഗിരിജ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ അമ്മായിയമ്മയായിട്ടുള്ള അവരുടെ മോനെയാണ്, ഈ വിഷ്ണു എന്ന് പറഞ്ഞ മോനെയാണ് ഈ ഒരു അനാമിക കല്യാണം കഴിച്ചേക്കുന്നത്. കുറേ നാളുകൾക്ക് മുമ്പ്, ഇപ്പോൾ ഒരു ഏകദേശം 1 വർഷമാകാൻ പോകുമെന്ന് തോന്നുന്നു. 1 വർഷങ്ങൾക്കൊക്കെ മുമ്പൊക്കെയാണ് ഇതേ കണക്ക് ഈ ഒരു ഇഷ്യൂസ് നടക്കുന്നത്. ഈ ഒരു പ്രശ്നം നടക്കുന്നതിന് 1 വർഷം മുമ്പാണ് ഇതേ കണക്ക് ഈ ഒരു ഉദയഗിരിജ ഒരു വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് മാധ്യമങ്ങൾ വരെ എടുത്ത് ചർച്ച ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. താനുണ്ടെങ്കിൽ തൻ്റെ മോനെ ഉണ്ടെങ്കിൽ ഈ ഒരു അനാഥാലയത്തിൽ വളരുന്ന അനാമിക എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുവാണ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. സ്വന്തം മോനെ കൊണ്ട് തന്നെ ഇങ്ങനെ കല്യാണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും എല്ലാവരും ചെയ്യുന്നൊരു കാര്യമൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ഇതേ കണക്ക് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളെ വലിയ മനസ്സാണ്. അതേ കണക്ക് ഉദയഗിരിജ ഭയങ്കരമായിട്ട് എല്ലാവരുടെ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഭയങ്കര എല്ലാം നല്ല പേരാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവർക്ക് കുടുംബത്തിനൊക്കെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇവരെ കല്യാണമൊക്കെ കഴിയുന്നു. അതിനുശേഷം കുറേയധികം പേര് ഇവർ വീഡിയോസൊക്കെ യൂട്യൂബ് ചാനലിൽ ഇടണം, ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവരുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളും തുടങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നു. അങ്ങനെ ഇടുന്ന സമയത്ത് അടുത്ത ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ ഇതേ കണക്ക് പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഒക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതെല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നല്ല കാര്യം, ഈ ഒരു കുട്ടി എന്തുമാത്രം കഷ്ടതകളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്, ഇപ്പോൾ ഒരു കുടുംബത്തെ കിട്ടിയില്ലോ, എല്ലാവരും നല്ല രീതിയിൽ നോക്കണം എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു സംസാരം. അതിനുശേഷം ഇത് കണക്ക് 7-8 മാസം ആയപ്പോഴത്തേനും ഈ ഒരു കുട്ടി പ്രസവിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. 7-8 മാസം ആ സമയത്ത്. സോ ഈ ഒരു വീഡിയോ ഒക്കെ ഇത് കണക്ക് പ്രസവിച്ചു എന്നുള്ള വാർത്ത പുറത്ത് വന്നതിന് ശേഷം കുറേയധികം ഡൗട്ടും കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് ഈ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് പെട്ടെന്ന് തന്നെ പ്രസവിക്കുന്നത്, 7-8 മാസം ആവാൻ പോകുന്നതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ തന്നെ കുട്ടി ജനിച്ചോ എന്നുള്ള രീതി ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അനാമികയൊക്കെ ഇതേ കണക്ക് നേരത്തെയാണ് കുട്ടി ജനിച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും കുറേയധികം പേര് റെഡി ആയിരുന്നില്ല. ഇത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയം കാര്യങ്ങളും ആയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ ആയിക്കൊണ്ടിരുന്ന സമയത്താണ് കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാൻ തുടങ്ങിയത്. ഈ ഒരു കുട്ടി 18 വയസ്സ് തികഞ്ഞപ്പോഴാണ് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്.
കല്യാണം കഴിപ്പിച്ചത് ഈ ഒരു ഉദയഗിരിജ തന്നെയാണ് സ്വന്തം മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. കുറേയധികം വാർത്തകൾ ഇത് കണക്ക് പ്രചരിക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഈ ഉദയഗിരിജ ഉണ്ടെങ്കിൽ തൻ്റെ മോൻ ഈ ഒരു പെൺകുട്ടിയെ പ്രഗ്നൻ്റ് ആക്കി എന്നുള്ളൊരു കാര്യം അത് അറിഞ്ഞ ഉടനെയാണ് ഈ ഒരു പെട്ടെന്ന് കല്യാണം നടത്തുകയും ആൾക്കാരെയൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് കല്യാണം കഴിച്ചതെന്നുള്ളൊരു കാര്യം. ഈ ഒരു 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ ശാരീരിക ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചർച്ചാ വിഷയവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഈ ഉദയഗിരിജയ്ക്കെതിരെ ആ ഒരു അനാഥാലയത്തിനെതിരെയൊക്കെ സംസാരം വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇനിയും പെൺകുട്ടികളുണ്ട്, ഇത് കണക്കൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയണം, അവിടെ ഫുള്ളൊരു പോലീസൊക്കെ അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വലിയ രീതിയിൽ പോകുന്ന സമയത്താണ് ഇത് കണക്ക് പോലീസ് തന്നെ മുമ്പോട്ട് വരിക അന്വേഷണമൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ ഒരു സ്ഥാനം കാര്യങ്ങളൊക്കെ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉദയഗിരിജ മാറിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നേരത്തെ അവിടെ ഉണ്ടായിരുന്നവരും ഇപ്പോൾ അവിടെ ഉള്ള കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഉദയഗിരിജയ്ക്കെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഈ ഒരു ഉദയഗിരിജ അവിടെ ഉള്ളവരെയൊക്കെ കുറേയധികം ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല, ഉദയഗിരിജ ഭയങ്കര ക്യാരക്ടർ അത്ര നല്ലതല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കുറേയധികം അവിടെ പണ്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവർ മുമ്പോട്ട് വരികയും അതൊക്കെ വീഡിയോസ് ഭയങ്കരമായിട്ട് ചർച്ചയാവുകയും പോലീസ് അന്വേഷണമൊക്കെ തുടങ്ങുകയും ഈ ഒരു ഉദയഗിരിജയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പയ്യനെതിരെയും വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു കുട്ടി 18 വയസ്സാവുന്നതിന് മുമ്പേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ ഒരു ചർച്ചയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു വിഷ്ണുവിനെതിരെയൊക്കെ പോലീസിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷണം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു അനാമിക ഒരു വീഡിയോ ഒക്കെ ഒരു പ്രസ് മീറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രസ് മീറ്റിൽ ഇത് കണക്ക് എനിക്ക് കിട്ടിയ ഒരു ലൈഫാണ്, അത് ആരും നശിപ്പിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു കേസും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ആരും ഇതിനെപ്പറ്റി വീഡിയോസ് ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചർച്ചയും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ സോൾവായി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വലിയ കാര്യത്തിലൊന്നും അന്വേഷണം പോയിട്ടില്ല. പിന്നെ ഈ ഒരു ഉദയഗിരിജ തന്നെയായിരുന്നു ഈ ഒരു അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും. അതുപോലെ തന്നെ പഴയ രീതിയിൽ അങ്ങനെ തന്നെ ഉദയഗിരിജ പോകുന്നുണ്ടായിരുന്നു. വേറെ പിന്നെ മുമ്പോട്ട് ആ സമയത്ത് അന്വേഷണമൊന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഇവരുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം ഇത് കണക്കൊരു വാർത്ത വന്നത്. ഇത് കണക്ക് ഉദയഗിരിജ ഉണ്ടെങ്കിൽ വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫോട്ടോസും കാര്യങ്ങളും കല്യാണം കഴിഞ്ഞ ഫോട്ടോസൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തും കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി ആ ഒരു ഇഷ്യൂസൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു മക്കളൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഈ ഒരു ഉദയഗിരിജ ഉണ്ടെങ്കിൽ ഇയാളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, ഭർത്താവിനറിയാം, ഭർത്താവുമായിട്ട് അങ്ങനെ കുറേയധികം സത്യമല്ലാത്ത കുറേയധികം ആരോപണങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞങ്ങനെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും അതിന് ശേഷം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത് കണക്ക് അനാമിക ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റൊക്കെ ഇടുമായിരുന്നു. ഇത് കണക്ക് നമുക്ക് സ്വന്തം എന്ന് വിചാരിക്കുന്ന എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കുറച്ച് വിഷമിച്ചൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഉദയഗിരിജയായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ ഒരു അനാമികയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. കാരണം നേരത്തെ ഉള്ള ഒരു വിഷയമൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു മോനെ കൊണ്ട് കല്യാണം കഴിക്കാൻ മെയിനായിട്ട് പ്രേരിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ഈ ഒരു കുട്ടിയൊക്കെ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ആ ഒരു ഫേസ്ബുക്കിലൊക്കെ അനാമിക ഇടുന്ന പോസ്റ്റിലൊക്കെ ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ ചോദിക്കുമ്പോഴൊക്കെ ഇത് കണക്ക് ഇപ്പം നേരത്തെ കല്യാണം കഴിച്ചിട്ടുള്ള ഇപ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ച അച്ഛനെ പറ്റിയൊക്കെ ചോദിക്കും, അതൊന്നും ഞാൻ എൻ്റെ അച്ഛനായിട്ട് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ അനാമിക പറയുമായിരുന്നു. അതിനുശേഷം പിന്നെ അതൊക്കെ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നോർമലാണ് എന്നുള്ള രീതിയിൽ അനാമിക തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കുറേ നാൾ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇഷ്യൂ നടന്നതെന്ന് പറഞ്ഞാൽ ഇത് കണക്ക് ഈ ഒരു ഉദയഗിരിജ രണ്ടാമതിപ്പം കല്യാണം കഴിച്ചതിന് ശേഷം പ്രഗ്നൻ്റ് ആയിരുന്നു. ആ ഒരു വീഡിയോസും ഫോട്ടോസും അവർ ഫംഗ്ഷൻ നടത്തിയതിൻ്റെയൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഫോട്ടോസ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അനാമിക അന്നത്തെ ഫംഗ്ഷനിൽ പങ്കെടുക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിലും ഭയങ്കര ചർച്ചയായിട്ടുണ്ടായിരുന്നു അനാമിക എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നുള്ളതും. പിന്നെ ഈ പ്രായത്തിൽ ഇത് കണക്ക് ഇവർ പ്രഗ്നൻ്റ് ആവുകയാണ്, എന്താണ് ഇതൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്കെതിരെ നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് ഈ ഒരു അനാമിക വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാനിട്ട വീഡിയോസിന് താഴെ വന്നിട്ടും എനിക്കെതിരെ അമ്മയ്ക്കെതിരെയൊക്കെ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് അതല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം പേരുണ്ട്, അവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട്.
പിന്നെ ഈ നെഗറ്റീവ് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കുടുംബക്കാർക്കുണ്ടെങ്കിൽ അമ്മ ഇത് കണക്ക് രണ്ടാമത് കല്യാണം കഴിച്ചതോ അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടി ജനിക്കാൻ പോകുന്നതോ ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല. ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. ഞങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് ഏറ്റവും സന്തോഷകരമായിട്ടിരിക്കുകയാണ്. നിങ്ങൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കമൻസ് പറയാൻ എന്തിനാണ് വന്ന് നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു അനാമിക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാൻ എന്തുകൊണ്ട് പോയില്ല എന്നൊക്കെ ചോദിച്ച് കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് അന്നത്തെ ദിവസം വേറെ കുറച്ച് ആവശ്യങ്ങളോ അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് മാത്രമാണ് പോകാൻ പറ്റാതിരുന്നത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല. ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കാതിരുന്നാൽ മതി എന്നുള്ള രീതിയിൽ കൂടി അനാമിക ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഈ ഒരു കുറേയധികം വീഡിയോസിന് താഴെ വന്നിട്ട് ഈ ഒരു വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയൊന്നും ജോലിക്കൊന്നും പോകുന്നില്ല, ഇവരൊന്നും ജോലിക്ക് പോകുന്നില്ല, അതുപോലെ തന്നെ ഉദയഗിരിജയും പിന്നെ മോളും മരുമോനും അവരൊന്നും ജോലിക്ക് പോകാതെ ഇവിടത്തൊക്കെ ഇപ്പോഴും ഈ ഒരു അനാഥാലയമൊക്കെ നോക്കി നടത്തുവാണ്. അതിൽ നിന്നൊക്കെ ചാരിറ്റിയായിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങളുടെ വരുമാനമൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ഇപ്പം ഈ ഒരു അനാമിക ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു അനാമിക പറയുന്ന ഒരു കാര്യം കുറേയധികം കമൻസ് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. നെഗറ്റീവായിട്ട് ഞങ്ങളുണ്ടെങ്കിൽ ഇതേ കണക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ വെച്ചാണ് ജീവിക്കുന്നത്. അവിടെ ഉള്ളവർക്കൊന്നും ഞങ്ങൾ പൈസയിലൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. എല്ലാം ഞങ്ങൾ അടിച്ച് പൊളിച്ച് എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്ത് നടക്കുവാണ്. അവർക്കൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ കണ്ടു. നിങ്ങൾ ഈ നെഗറ്റീവ് പറയുന്നവരൊന്നും കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. ഞങ്ങളുണ്ടെങ്കിൽ ഒരു പൈസയും കാര്യങ്ങളും ഒന്നും തന്നെ അവരെ അതിൽ നിന്നൊന്നും ഈ ഒരു അനാഥാലയത്തിന് കിട്ടുന്നതിൽ നിന്നൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. ഞാനും എൻ്റെ ഭർത്താവും കുട്ടിയും വേറൊരു വീടെടുത്താണ് താമസിക്കുന്നത്. എൻ്റെ അമ്മായിയമ്മയും അതുപോലെ തന്നെ അമ്മായിയച്ഛനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു അനാഥാലയത്തിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. സോ എൻ്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഒരു ജോലിക്കൊക്കെ പോകുന്നുണ്ട്. ആവശ്യം തരക്കേടില്ലാതെ ഒരു 15,000 20,000 അടുത്തുള്ള ശമ്പളം തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാനുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ കുട്ടിയെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു തരക്കേടില്ലാത്ത ഒരു പൈസയൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്ന കണക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ടൊന്നും ഞങ്ങളുണ്ടെങ്കിൽ അടിച്ച് പൊളിച്ചൊന്നും നടക്കുന്നില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് ആവശ്യത്തിന് മോൾക്കൊക്കെ ഉണ്ടെങ്കിൽ അസുഖം എന്തായാലും വന്നാൽ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഒരു കടവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല മനസ്സുഖം ഉണ്ട്. ഒരു കുഴപ്പവും ഇല്ലാതെ ജീവിച്ച് പോവാണ്. നിങ്ങൾക്ക് ഇനി പറയേണ്ടവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് അനാമിക പറഞ്ഞിട്ടുണ്ടായിരുന്നത്.